അൻവർ പൊതു താൽപ്പര്യമുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ? തുടക്കത്തിൽ അദ്ദേഹം അങ്ങനെയായിരുന്നു. നമുക്കറിയാം, ADGP അജിത് കുമാറിനെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർത്തി. സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മലപ്പുറത്തെ SP-മാർ ചെയ്യുന്ന അഴിമതി കഥകൾ, ഇതൊക്കെ വാർത്താ ശ്രദ്ധ ആകർഷിച്ചതാണ്. പൊതുജനമൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചതുമാണ്. പക്ഷേ അതിൽ നിന്ന് പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഒരല്പം സ്ഥാനചലനം സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് മലപ്പുറത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു, കേസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാമർശത്തിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക ജില്ല എന്നുള്ള, പ്രത്യേക രാജ്യം എന്നുള്ള ആവശ്യത്തിലേക്കൊക്കെ അദ്ദേഹം ചെന്നെത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റം ആദ്യം പൊതു താൽപ്പര്യത്തിൽ നിന്ന് പിന്നീട് രാഷ്ട്രീയവും സാമുദായികവും ഒക്കെയായി മാറുന്ന ഒരു കാഴ്ച കണ്ടു. ഇടയ്ക്ക് വച്ച് ഒന്ന് പിന്നോട്ടാഞ്ഞ അദ്ദേഹം ഇപ്പോൾ വീണ്ടും വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുന്നു. നിർഭാഗ്യവശാൽ ഒരു ആദിവാസി യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ആ അവസരത്തിൽ അദ്ദേഹം വീണ്ടും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, ശ്രദ്ധയാകർഷിക്കുന്നു, വാർത്താ പ്രാധാന്യം നേടുന്നു. ഇത് മാത്രമാണ്, പൊതുജന താൽപ്പര്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹം ഉയർത്തിയ, എപ്പോഴെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോയ മലപ്പുറം പരാമർശവും മലപ്പുറത്തെ കേസുകളുടെ എണ്ണം ഒരു പ്രത്യേക സമുദായത്തിലേക്ക് മാത്രം വരുന്നു എന്നുള്ളതും ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് അനുകൂലമാക്കാവുന്ന രാഷ്ട്രീയ ചലനങ്ങൾ ലക്ഷ്യം വെച്ച് തന്നെ ആയിരുന്നില്ലേ? ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ അയാളുടെ രാഷ്ട്രീയ ഭാവി ഒഴിച്ച് വേറെ ജനനന്മ, വാഴക്കൊല ഇതുപോലത്തെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയൊന്നും ധരിക്കരുത്. ഒരു അത്യപൂർവം രാഷ്ട്രീയക്കാരൊക്കെ പൊതുജനങ്ങളെ പറ്റിയൊക്കെ വിഷമിക്കാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ കരിയർ നോക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു കരിയർ പൊളിറ്റീഷ്യനാണ് PV അൻവർ. PV അൻവറിൻ്റെ കച്ചവടം തന്നെ സ്വർണമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ വജ്രങ്ങളോ അതുപോലെയുള്ളതും ഒക്കെ ഉണ്ടാവാം. സൗത്ത് ആഫ്രിക്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന താവളം. MLA എന്നൊക്കെ പറയുമ്പോഴും MLAയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുത്ത ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. അത് സത്യവുമായിരുന്നു. കാരണം ഈ കക്ഷിയെ കാണുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്ക വേണ്ട, നിലമ്പൂർ മതി. എന്തു പറ്റി സൗത്ത് ആഫ്രിക്കയ്ക്ക് ആർക്കും അറിയില്ല. സൗത്ത് ആഫ്രിക്കൻ ബിസിനസ്സിൽ വല്ല ക്ഷീണവും തട്ടിയത് ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കടത്തുമായിട്ട് വല്ല ബന്ധമുണ്ടോ? കാരണം സ്വർണ്ണക്കടത്തിലാണ് അദ്ദേഹം കയറി ആദ്യം ഇടപെടുന്നതും വികാരഭരിതനാവുന്നതും. അതിൽ വിക്ടിംസ് എന്ന് അദ്ദേഹം കരുതുന്ന 2 പേരെ വിളിച്ചിട്ട് പത്രസമ്മേളനം പോലെ നടത്തി, അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ വലിയ കോലാഹലം ഉണ്ടാക്കി. ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? പോലീസിന് കള്ളസ്വർണം, കള്ളക്കടത്ത് പിടിക്കാനുള്ള അവകാശമില്ല, അത് കസ്റ്റംസിനുള്ളതാണ്. പോലീസ് എന്തിനിതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അൻവറിൻ്റെ ചോദ്യം. പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് എന്തിലും ഇടപെടാം, കള്ളക്കടത്തിലും ഇടപെടാം. കോടതിയും പറഞ്ഞു പോലീസിന് കള്ളക്കടത്തിൽ ഇടപെടാം. കള്ളക്കടത്ത് സ്വർണം എന്ന് സംശയമുണ്ടെങ്കിൽ പോലീസിന് അത് പിടിച്ചെടുക്കാം, പരിശോധിക്കാം, ഡ്യൂട്ടി അടച്ചോ നോക്കാം. ഡ്യൂട്ടി അടച്ചില്ലെങ്കിൽ കക്ഷിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ടുമുതൽ സഹിതം കോടതിയിൽ ഹാജരാക്കാം. ഇത് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിച്ചു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. അതിന് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അൻവർ ആ ഒരു പൊളിറ്റിക്സ് കളിക്കാൻ നോക്കി, സാധിച്ചില്ല. PV അൻവർ എപ്പോഴും ഒരു മുസ്ലിം ആകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്നലെയും അത് ചെയ്തു. മുസ്ലിം വിരുദ്ധതയാണ്. ഞാനിതിൽ മുസ്ലിം വിരുദ്ധതയൊന്നും കാണുന്നൊന്നുമില്ല. കാരണം പിണറായി വിജയൻ ഏറ്റവും പ്രോ മുസ്ലിമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. മുസ്ലിങ്ങൾക്ക് ആവുന്നത്ര സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ മുസ്ലിം ലീഗിനെ തന്നെ ഇപ്പുറത്തേക്ക് അടർത്തിയെടുക്കുക. ഇതൊക്കെയാണ് പിണറായിയുടെ ലക്ഷ്യമെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്. അദ്ദേഹം അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ ഇതാക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പരിധി കവിഞ്ഞ് അൻവറിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുഖ്യമന്ത്രിക്കും പുറത്തേക്ക് വിടേണ്ടി വന്നു. PV അൻവർ ജനനന്മയെ കരുതിയാണ് എന്തെങ്കിലും ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ സമരം, ഇതൊന്നും തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ 10 ദിവസം കൊണ്ട് 9 പേര് മരിച്ചു എന്നൊക്കെ. എവിടെ പോയിരുന്നു അൻവർ? ഈ അവസാനത്തെ മരണം വരെ അൻവർ കാത്തിരിക്കാൻ കാര്യം എന്താ? ആദ്യത്തെ മരണം മുതൽ ബഹളം വയ്ക്കണ്ടായി.
അപ്പോൾ ഇതിൻ്റെ ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകങ്ങളാണെന്ന് ഞാൻ സംശയിക്കാൻ കാരണം ഇതാണ്. ഇതിൻ്റെ ടൈമിംഗ് സംഗതിയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്യൂ അല്ലാത്തൊരു സാധനം വലിയ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരിക. വാസ്തവത്തിൽ ആ ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊളിക്കേണ്ട കാര്യം എന്തായിരുന്നു? അൻവർ അതിൽ പ്രതിയല്ല. ആ വീഡിയോസിലൊന്നും അൻവറിനെ കാണുന്നില്ല. ശരി, സമ്മതിച്ചു. അൻവറിൻ്റെ ആൾക്കാരാണെന്ന് അൻവറും സമ്മതിക്കുമല്ലോ. എന്തിനാണ് നിങ്ങൾ ഓഫീസ് തല്ലിപ്പൊളിച്ചകത്ത് കയറിയത്? ആരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. സംഭവം ഒന്ന് ചൂടാകട്ടെ, അറസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സാധനമൊക്കെ വേണ്ടേ? പോലീസും അതനുസരിച്ച് PDPP ആക്ട് വെച്ച് അൻവറിനെ അപ്പം തന്നെ തൂക്കിക്കൊല്ലാനെന്നുള്ള മട്ടിൽ വലിയ ഷോ കാണിച്ച് അറസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞല്ലോ ഇത് ഭരണകൂട ഭീകരതയാണ്, ഒരു മണ്ണാങ്കട്ടയല്ല. അങ്ങനെയാണെങ്കിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെവിടെ പോയിരുന്നു? വെളുപ്പിനെ 5 മണിക്ക് 45 പോലീസുകാർ PC ജോർജിൻ്റെ വീട് വളഞ്ഞാണ്. PC ജോർജ് അദ്ദേഹം പറയുന്നത്, ഞാൻ സാധാരണ വെളുപ്പിനെ 4:30 എണീക്കുന്ന മനുഷ്യനാണ്, എന്നിട്ട് ഞാനൊരു കട്ടൻ ചായ കുടിക്കും. അപ്പോഴാണ് പുറത്ത് ബൂട്ടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നു. അദ്ദേഹം ഉടുത്തിരുന്ന കൈലിയും ബനിയനുമായിട്ട് പുറത്തിറങ്ങി. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നിറയെ പോലീസുകാർ. സാറേ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുക. അയ്യോ, ഇതിനും മാത്രം ആളോ? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമായിരുന്നല്ലോ എന്ന്. പിന്നെ ഒരു ടൂറിസ്റ്റ് യാത്ര പോലെ PC ജോർജിന് അവിടെ സ്വീകരണങ്ങൾ സംഗതികളൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഇതാണോ ഭരണകൂട ഭീകരത? അങ്ങനെയാണെങ്കിൽ PC ജോർജിൻ്റെ അന്ന് ഇവരാരും ഒന്നും വേണ്ടിയിട്ടില്ല. ഈ ഭരണകൂട ഭീകരതക്കാർ മുഴുവൻ നിശബ്ദരായിരുന്നു. കാരണം PC ജോർജ് ഒരു BJP ആയിട്ട് നിൽക്കുന്നു. അന്ന് BJP ചേർന്നിട്ടില്ല, BJP ആണ്. അതുകൊണ്ട് അവനെ തല്ലിയാലും കുത്തിയാലും കൊന്നാലും ഒരുത്തനും ചോദിക്കേണ്ട കാര്യമില്ല. എവരിതിങ് ഈസ് ജസ്റ്റിഫയബിൾ. ഇപ്പം ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നവരാരും തന്നെ ഭരണകൂട ഭീകരത കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ. 36 പോലീസുകാരെയും കൊണ്ടുവന്ന് വളഞ്ഞൊന്നും അല്ല ഭരണകൂട ഭീകരത. ഒരു പോലീസ് ജീപ്പ് വഴിയിൽ കൊണ്ടുവന്ന് നിൽക്കും, 2 പോലീസുകാർ ഇറങ്ങും. രാത്രി 2 മണിക്കായിരിക്കും നിങ്ങളുടെ വാതിലിൽ മുട്ടും, വാതിൽ തുറക്കും, നിങ്ങളെ അതുപോലെ കുത്തിപ്പിടിച്ചിട്ട് ജീപ്പിലിട്ടിട്ട് കൊണ്ടുപോകും. ഇതാണ് ഭരണകൂട ഭീകരത. പിന്നെ നിങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അല്ലാതെ ചെണ്ട കൊട്ടി മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോകുക, വൈദ്യപരിശോധനയുടെ വീഡിയോ, ഒരു മണ്ണാങ്കട്ടയില്ല. ഭരണകൂട ഭീകരത നിങ്ങൾ കാണാഞ്ഞിട്ടാണ്. അതൊന്നും ആരും കണ്ടിട്ടില്ല. ചുമ്മാ അടിച്ചു വിടുകയാണ്. കൊള്ളാവുന്നൊരു വാക്കാണല്ലോ, ഇച്ചിരി കനമുള്ളതാണല്ലോ എന്ന് വിളിച്ചിട്ട് 2 ഭായൊക്കെ ഉണ്ടല്ലോ. ഭരണകൂട ഭീകരത അത് കേട്ട് കഴിയുമ്പോൾ ഒരു ഞെട്ടലുണ്ടാകും. അതൊന്നുമല്ല. ഈ സാധനം അറേഞ്ച്ഡ് ഡ്രാമയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. Someone wanted to lift PV Anwar so that he joins UDF once for all. ഇദ്ദേഹത്തിന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. ഒരു ന്യൂസൻസ് വാല്യൂ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഒരു എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന അപ്രതീക്ഷിതമായ ഒരു സാധനം. അത് 5ഓ 10ഓ കോൺസ്റ്റിറ്റ്യുവൻസിലാകാം, അല്ലെങ്കിൽ 5ഓ 10ഓ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവാം. അത് ഇല്ലാതാക്കുക എന്നുള്ളത് 2 മുന്നണികൾക്കും ആവശ്യമാണ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ വിത്ത് കിറ്റക് സാബു. വേർ ഈസ് സാബു നൗ? സാബുവിനെ ഒതുക്കിയില്ലേ എല്ലാവരും കൂടെ? സാബുവിന് നാട് വിടേണ്ടി വന്നില്ലേ? എക്സ് ഫാക്ടറിനെ അംഗീകരിക്കില്ല. അത് 2 മുന്നണികളുടെയും നിർബന്ധമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഷോയെല്ലാം ഒരു അറേഞ്ച്ഡ് ഡ്രാമയായിരിക്കും എന്ന് ഞാൻ ആയിരിക്കുമെന്നേ പറയുന്നുള്ളൂ. അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താനൊന്നും വരണ്ട. ഞാൻ ഇത്തരം നാടകങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളവനായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദിസ് കുഡ് ബി എ ഡ്രാമ ഓൾസോ. ഇതിലൊന്നും ഒരു ആത്മാർത്ഥതയും ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പ് മരിച്ചവരുടെ കാര്യത്തിൽ ഒരു നീക്കവും ഉണ്ടാകാമെന്ന് എന്താ? ഞാൻ പറയട്ടെ, ഒരു ആദിവാസി ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് വിരുദ്ധനാണ് വാസ്തവത്തിൽ. ഒരു ആദിവാസി പയ്യൻ, രോഹിണിക്ക് ഓർമ്മയുണ്ടോ? അയാൾക്ക് പല്ലിന് ഒരു ചെറിയ പൊട്ടലുണ്ട്. അതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഗാർഡായിട്ട് അയാളെ എടുക്കില്ല എന്ന് പറഞ്ഞു. അയാൾ സങ്കടപ്പെട്ട് ഒരുപാട് പേർക്ക് പരാതി കൊടുക്കുകയോ കോടതി പോവുകയോ ഒക്കെ ചെയ്തു. ശശീന്ദ്രൻ എടുത്തില്ല. ശശീന്ദ്രൻ എന്ന് പറഞ്ഞത് ചട്ടങ്ങൾ ഇതിനെതിരാണ്. ആലോചിക്കണം, ചട്ടങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ? കേരളത്തിലെ ഫോറസ്റ്റ് ഗാർഡ് ആകാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇന്ത്യൻ മിലിറ്ററിയുടെ മാനദണ്ഡം എടുത്തിട്ട് കോപ്പി ചെയ്തതാണ്. ഇന്ത്യൻ മിലിറ്ററിയിൽ പല്ലിന് പൊട്ടലോ വളവോ ഉണ്ടെങ്കിൽ അവർ പട്ടാളത്തിൽ എടുക്കുകയില്ല. കാരണം ഗ്രനേഡ് കടിക്കാൻ മറ്റ് പല കാര്യത്തിനായിട്ട് നല്ല ബലമുള്ള പല്ലുകൾ വേണം അവർക്ക്. ആ പല്ല് പൊങ്ങിയ ആളിനെ അവരെടുക്കുകയില്ല. ഇങ്ങനെയൊക്കെ അവരുടെ നിയമം.
നമ്മുടെ ഫോറസ്റ്റ് ഗാർഡിന് ഒരു കത്തി പോലും കയ്യിൽ കൊടുക്കാറില്ല ആയുധമായിട്ട്. ആ പാവത്തിന് ഈ പൊട്ടിയ പല്ലുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇത് ഒരു സ്പെഷ്യൽ ഓർഡർ വഴി മന്ത്രിക്ക് അങ്ങ് അമെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കണ്ടീഷന് ഇളവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പയ്യന് ജോലി കിട്ടുമായിരുന്നു. ഈ മഹാഭാവി ചെയ്തില്ല. ഈ ശശീന്ദ്രൻ മന്ത്രി ഒന്നും ചെയ്യാതെ, അവർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാതെ വെറുതെ വാചകമടിക്കുക, അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാതിരിക്കുക. ഇതിനൊക്കെ കാരണം എന്താ? ജനസംഖ്യയിൽ 1% അവരുള്ളൂ. 1%. നമ്മൾ ട്രാക്ടറും സംഗതിയൊക്കെ ആയിട്ട് അങ്ങോട്ട് കയ്യേറി അങ്ങ് ചെല്ലുക, എന്നിട്ട് കുടിയേറ്റം എന്ന് പേര് വിളിക്കുക, അവരെ വനത്തിനുള്ളിലേക്ക് തള്ളുക. അവരെവിടം വരെ പോകും? അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ പട്ടയം എവിടെ? അവർ പട്ടയം എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. സർവേ നമ്പർ എന്താണെന്ന് അവർക്കറിയില്ല. അവർ പണ്ട് കാലം ഒരു കാട്ടിൽ ജീവിക്കുന്നവരാണ്. ഇങ്ങനെ അവരെ കൊള്ളയടിച്ചാണ് നമ്മൾ. എന്നിട്ട് കയ്യേറിയത് മുഴുവൻ നമ്മൾ റെഗുലറൈസ് ചെയ്തു. 1960 മുതലുള്ള കയ്യേറ്റങ്ങൾ ഓരോന്നായിട്ട് നിയമസഭ ഐക്യകണ്ഠ്യേന പാസ്സാക്കി. ഒരു തവണ മാത്രം ഗൗരിയമ്മ എണീറ്റ് പറഞ്ഞു ഈ മഹാപാപത്തിന് കൂട്ടു നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരിയമ്മ ഇറങ്ങിപ്പോയി. അപ്പോഴും ആ റെഗുലറൈസേഷനും പാസ്സായി നിയമസഭയിൽ. ഗൗരിയമ്മ മാത്രം ഇറങ്ങിപ്പോയെങ്കിലും ഇത്രയുമൊക്കെ ദ്രോഹം ഈ കക്ഷികളോട് ചെയ്തു. എവിടെ പോയിരുന്നു ഈ പി വി അൻവർക്ക്? പി വി അൻവർ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നല്ലോ. അന്നൊന്നും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ സുഖതാമസമല്ലായിരുന്നോ? ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആദിവാസി പ്രേമം, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഇടപെടാൻ പോകുന്നു, പ്രാണൻ പോയാലും ഞാൻ കൂടെ നിൽക്കുമെന്ന് പറയുന്നു. ആരുടെ കൂടെ എന്ത് നിൽക്കാൻ? ഐ ഡോണ്ട് എക്സ്പെക്ട് എനി സിൻസിയറിറ്റി ഫ്രം ദിസ് മാൻ, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ എം ജസ്റ്റിഫൈയിങ് ഹിസ് അറസ്റ്റ്. അറസ്റ്റ് വേണ്ടാത്ത അറസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത് കൊഴുപ്പിക്കാനായിട്ട് വേറെ എന്താ മാർഗം? രോഹിണി പറയൂ. ഇത് അറസ്റ്റ് കൊഴുപ്പിക്കണമെങ്കിൽ 10-45 പോലീസുകാരെ കൊണ്ടുപോയിട്ടൊരു ഷോ നടത്തണം. TV ചാനലുകളൊക്കെ വിളിക്കുന്നു, ഉന്തും തള്ളും ബഹളവും, ഞാൻ കാണിച്ചു തരാമെന്നുള്ള വെല്ലുവിളി. ഇത് ചെയ്യുമ്പോഴല്ലേ ഒരാൾ ഹീറോ ആകുന്നത്.